Good morning, my dear students. Today, elasticity of demand last topic. What are the importance of elasticity of demand or importance of the concept of elasticity? അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലെ ഇലാസ്റ്റിറ്റിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചിട്ട് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓർ വാട്ട് ആർ ദി പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി. ഇത്രമാത്രം പ്രാക്ടിക്കലി ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ചില പ്രോഡക്റ്റിൻ്റെ നേച്ചർ നോക്കി ഡിമാൻഡ് ഇലാസ്റ്റിക് ആവാം, ഇൻഇലാസ്റ്റിക് ആവാം, പെരിഷബിൾ കമ്മോഡിറ്റി നോക്കിയിട്ട് ഇൻഇലാസ്റ്റിക് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ധാരാളം പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇലാസ്റ്റിറ്റി? തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ എക്കണോമിക് തിയറി ആൻഡ് ബിസിനസ് ഡിസിഷൻ. എക്കണോമിക് കോൺസെപ്റ്റിലോ എക്കണോമിക് തിയറീസിലോ ബിസിനസ് ഡിസിഷനിലോ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ധാരാളം പ്രാധാന്യമുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മേ ബി സ്റ്റഡീഡ് അണ്ടർ ദി ഡിഫറെൻറ്റ് ഹെഡ്സ്. ഫസ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ഇൻ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഫസ്റ്റ് പോയിൻ്റ് ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ. പ്രൈസ് ഡിറ്റർമിനേഷൻ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഇലാസ്റ്റിറ്റി നോക്കിയിരിക്കണം. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ പ്രൈസിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുമോ, സെയിൽസ് കൂടുമോ, സെയിൽസ് കുറയോ എന്നൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷൻ. The price of commodity is determined by studying the effect of changes in the price on its demand. A knowledge of elasticity of demand will help the manufacturer to take a decision whether to increase or decrease the price of the product to earn maximum sales and profit. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഹെൽപ്ഫുൾ ഇൻ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഒരു പ്രൈസ് ഡിറ്റർമിനേഷൻ്റെ ഒരു ബേസ് ആണ് ഇത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഡിറ്റർമിൻഡ് ബൈ സ്റ്റഡിയിങ് ദ ഇഫക്റ്റ് ഓഫ് പ്രൈസസ് ഡിറ്റർമിൻ ബൈ സ്റ്റഡിയിങ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓൺ ഇറ്റ്സ് ഡിമാൻഡ്. അതായത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഡിറ്റർമിൻഡ് ബൈ സ്റ്റഡിയിങ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ പ്രൈസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ടുണ്ടാകാവുന്ന ഇഫക്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമേ പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. എ നോളജ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ഹെൽപ്പ് ദ മാനുഫാക്ചറർ to take a decision whether to increase or decrease the price of the product to earn maximum sales and profit. And then second point is importance to a monopolist. Second point, importance to a monopolist. Importance to a monopolist. That means to earn maximum profit and sales revenue, a monopolist has to consider the effect of price on the demand on his product. For this, he takes the help of the concept of elasticity of demand and determines the price. He will fix higher price only when the demand is inelastic in nature. ഒരു മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, മൊണോപ്പൊളി എന്ന് പറയുന്നത് ദെൻ സിംഗിൾ സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോഴും അദ്ദേഹം നോക്കുന്നത് ഈ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കുമോ, അതായത് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. ദെൻ ഹൈ പ്രൈസ് വെൻ ദ ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. ഇഫ് ദ ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക് ഹി വിൽ ഫിക്സ് കമ്പാരിറ്റീവ്ലി ലോവർ പ്രൈസ്. അതായത് ഇനി ഇലാസ്റ്റിക് മൊണോപ്പൊളിസ്റ്റിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കിയിട്ട് പ്രൈസ് കമ്മോഡിറ്റി നേച്ചർ ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ് ആണെന്നുണ്ടെച്ചാൽ അവിടെ എന്ത് ചെയ്യാം, പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. പക്ഷേ കമ്മോഡിറ്റിയുടെ നേച്ചർ നോക്കിയിട്ട് ആ കമ്മോഡിറ്റി ഒരു ഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റിയാണ്. പ്രൈസ് വാരി ചെയ്യുമ്പോഴേക്കും എന്ത് വാരി ചെയ്യും, അത് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്.
അത്തരം കമ്മോഡിറ്റിയുടെ മുകളിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻസ് ടു എ മോണോപ്പൊളിസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് റവന്യൂ എ മോണോപ്പൊളിസ്റ്റ് ഹാസ് ടു കൺസിഡർ ദ ഇഫക്റ്റ് ഓഫ് പ്രൈസ് ഓൺ ഡിമാൻഡ് ഓഫ് ഹിസ് പ്രോഡക്റ്റ്. For this, he takes the help of the concept of elasticity of demand and determine the price. He will fix a higher price only when the demand is inelastic. If the demand is elastic, he will fix comparatively lower price. കണ്ടോ, അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോവർ പ്രൈസും, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഹയർ പ്രൈസും ഫിക്സ് ചെയ്യാനായിട്ട് മോണോപ്പൊളിസ്റ്റിന് സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പിറകിലുള്ളൊരു സത്യം. Then next one is helpful in price discrimination. Helpful in price discrimination. Third point. Helpful in price discrimination. Price discrimination എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, വാരി ചെയ്യുക. അതായത് സെയിം പ്രോഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിൽ ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റെയിൽവേ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സീറ്റിങ്ങിന് വ്യത്യാസം വരുമല്ലോ. അല്ലെങ്കിൽ സിനിമ തിയേറ്റേഴ്സിലൊക്കെ നമുക്കറിയാം ഒരേ ഫിലിം തന്നെയാണ് കാണുന്നത്, പക്ഷേ പല റേറ്റിലാണ് നമുക്ക് അതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ആ ഡിസ്ക്രിമിനേറ്റിംഗ് പ്രൈസിങ്ങിൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ബേസ് ഓഫ് പ്രൈസ് ഡിറ്റർമിനേഷൻ. Elasticity of demand is the base of price determination. Then അവിടെ price discrimination simply means charging different prices from different commodities. That means charging different prices from different customers or different markets. അതായത് for a same commodity ആണ് കേട്ടോ. Charging different prices from different customers or different markets. ഡിഫറെൻറ്റ് മാർക്കറ്റിലോ അതുമല്ലെങ്കിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് അടുത്തുനിന്നോ ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യാം ഫോർ സെയിം കമ്മോഡിറ്റി. ഒരേ കമ്മോഡിറ്റിക്ക് തന്നെ പലതരത്തിലുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സിംപിളി മീൻസ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഓർ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. ദിസ് ഈസ് പോസിബിൾ ഓൺലി if the elasticity of demand is different among the groups of consumers or in the market. A manufacturer can fix a higher price of his product for the market or consumers with inelastic demand. He will fix lower price for the same product or for the market. The consumers will the elastic demand. Then he will fix lower price for the same product for the market ആൻഡ് കൺസ്യൂമേഴ്സ് വിത്ത് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് ചില കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റി ആണെങ്കിൽ, കമ്മോഡിറ്റി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ആ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ്, നാഷണൽ മാർക്കറ്റ്, ഹോം മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യും. അവിടെയൊക്കെ ഡിഫറെൻറ്റ് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഡിമാൻഡിൻ്റെ നേച്ചർ എന്നും പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ക്യാൻ ഫിക്സ് ഓൺലി ദെൻ ലോ പ്രൈസ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ലോ പ്രൈസും ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഹൈ പ്രൈസും ആയിരിക്കും ചാർജ് ചെയ്യുക. അപ്പോൾ 3 സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഹെൽപ്ഫുള്ളായിട്ട് പറയുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? പ്രൈസ് ഡിറ്റർമിനേഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടൻസ് ടു എ മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലാസ്റ്റിറ്റി നോക്കിയിട്ട് അദ്ദേഹത്തിന് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫ്രം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഓർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോർ ദി സെയിം കമ്മോഡിറ്റി. ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ്, നമ്മൾ പലതരത്തിലുള്ള പ്രൈസ് ചാർജ് ചെയ്യുക. ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ സെയിം കമ്മോഡിറ്റി at different places or different market is called as price discrimination. This is possible only if the elasticity of demand is different among the group of consumers in the market. A manufacturer can fix higher price of his product for the market or consumers with inelastic demand. He will fix lower price for the same product for the market and consumers with elastic demand. Then next one is elasticity of demand is helpful for demand forecasting. Then it is helpful for demand forecasting. Demand forecasting means the demand forecasting എന്ന് പറയുമ്പോൾ for anticipating the future demand. Anticipating the future demand is called as demand forecasting.
Then elasticity of demand is helpful for demand forecasting. This concept is great significance in demand forecasting because it explains the changes in demand with the changes in income in future. അവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ എന്തുമാത്രം ചേഞ്ച് ഉണ്ടാവും വിത്ത് ചേഞ്ചസ് ഇൻ ഇൻകം ഇൻ ഫ്യൂച്ചർ, ഇൻകത്തിൽ ഉണ്ടാകാവുന്ന വ്യത്യാസം മൂലം ഡിമാൻഡ് എത്രമാത്രം വ്യത്യാസം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ balance can be made only on the basis of demand forecasting, and shortage and oversupply can be avoided. അവിടെ നമ്മൾ പറയുന്നത് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം അതിൻ്റെ സപ്ലൈയും ഡിമാൻഡും ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓവർ പ്രൊഡക്ഷൻ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആക്ച്വൽ പ്രൊഡക്ഷനിലേക്ക് എത്തേണ്ടതുണ്ട്. ദെയർഫോർ സപ്ലൈ ബാലൻസ് മെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതെല്ലാം നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെയാണ് സാധിക്കുക. Therefore, the shortage and oversupply can be avoided. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങോ അതുമല്ലെങ്കിൽ ഷോർട്ടേജ് ആൻഡ് ഓവർ സപ്ലൈ ക്യാൻ ബി അവോയ്ഡഡ്. The next one is helpful in the determination of price of factors of production. Helpful in the determination of in the determination of prices of factors of production. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ സെയിം ടൈം ഇവിടെ പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് റിവാർഡ്സ് ഓർ പ്രൈസ് ഓഫ് ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ, capital etc. is determined on the basis of elasticity of demand. Then if a production factor has inelastic demand, it gets a higher price wages. അവിടെ എന്താ പറയുന്നത്? That means if a production factor, one of the example is labor has inelastic demand. Labor എന്ന് പറയുന്നത് ഒരു inelastic ഡിമാൻഡിൻ്റെ കേസിലും it gets a higher prices. അതായത് then high price, inelastic demand. That means on the other hand, factor with the elastic demand always get low price. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനില്ല എന്ന് പറയുകയാണെങ്കിൽ ദെൻ അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡാണ്. ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൈ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് ലേബറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടിട്ട് വരും. അതിൻ്റെ ഫ്രീലി അവൈലബിൾ ആണ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്ത് ലോ പ്രൈസ് കൊടുത്താൽ മതി. സാധാരണ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നമുക്ക് ധാരാളം ആളുകൾ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് ലോ പ്രൈസ് ചെയ്യാം. അതെല്ലാം ആളുകളെ കിട്ടാനില്ലെങ്കിൽ അവിടെ നമ്മൾ ഹൈ പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും. കണ്ടോ? അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റിയോ അതിൻ്റെ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ, അപ്പോൾ നമ്മളതിൻ്റെ ലാൻഡ് അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ നോക്കേണ്ടി വരും. അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡാണോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണോ നോക്കേണ്ടി വരും. അപ്പോൾ ഇത് ഓരോ കേസിലും ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ എന്ത് ഫിക്സ് ചെയ്യുന്നത്? പ്രൈസ് ഹെൽപ്പ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സപ്ലൈ. Price determination of joint supply. Price determination of joint supply. That means price determination of joint supply, the price determination of joint product become little difficult due to joint cost of production. That means in such cases the concept of price elasticity of demand comes to the help of businessman. If the demand for wool is inelastic as compared to the demand for mutton, a high price for wool is charged. അവിടെ നമ്മൾ പറയുന്നത് ചില ജോയിൻറ്റ് പ്രോഡക്റ്റുകളുടെ കേസിലാണെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് ജോയിൻറ്റ് പ്രോഡക്റ്റ് ബിക്കം ലിറ്റിൽ ഡിഫിക്കൽട്ട് ഡ്യൂ ടു ജോയിൻറ്റ് പ്രോഡക്റ്റ്. ഒന്നിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും.
Then in such a case, concept of price elasticity demand comes to the help of businessman. If the demand for wool is inelastic, then as compared to demand for mutton, a high price for wool is charged. അവിടെ ഹൈ പ്രൈസ് നമുക്ക് വൂൾ അത് കിട്ടാനുണ്ട അതായത് കമ്പിളി അതല്ലെങ്കിൽ ആ വൂൾ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഹൈ പ്രൈസ് ഷുഡ് ബി ചാർജ്ഡ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ടു ദ ഗവൺമെൻറ്. ഹെൽപ്ഫുൾ ടു ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് ഇത് ഹെൽപ്ഫുള്ളാണ്. ഹെൽപ്ഫുൾ ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് ഇത് ഫോർ ടാക്സേഷൻ പർപ്പസസ്. വൈൽ ടാക്സിങ് കമ്മോഡിറ്റീസ് ദ ഫിനാൻസ് മിനിസ്റ്റർ ചൂസസ് ദ കമ്മോഡിറ്റീസ് വിച്ച് ഹാവ് ഇൻഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ് ബിക്കോസ് ദ ഗവൺമെൻറ് ഗെറ്റ്സ് മോർ റവന്യൂ ഫ്രം സച്ച് ഗുഡ്സ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റി ആണെങ്കിൽ ഗവൺമെൻറ്റിന് ഹൈ ടാക്സ് അതിൻ്റെ മുകളിൽ ചുമത്താമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ലിക്കർ, സിഗരറ്റ്സ് എക്സെട്ര ആർ സബ്ജക്റ്റ് ടു ഹൈ ടാക്സേഷൻ. അവിടെ ഹൈ ടാക്സേഷൻ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്തരം കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ടും ഇഫ് ടാക്സസ് ഓൺ കമ്മോഡിറ്റീസ് ഈസ് ഇലാസ്റ്റിക് ഇൻ ഡിമാൻഡ്, അത്തരം കമ്മോഡിറ്റിയുടെ മേലെ ടാക്സ് ചുമത്തി കഴിഞ്ഞാൽ പ്രൈസ് ഹൈ ആയിട്ട് മാറും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുന്നത് ഏത് കമ്മോഡിറ്റിയുടെ മുകളിലാണ്? ഇലാസ്റ്റിക് കമ്മോഡിറ്റിയുടെ കേസിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കമ്മോഡിറ്റിയുടെ മേലെ ടാക്സ് ചുമത്താനായിട്ട് ടാക്സ് കുറവായിരിക്കും. ഇൻഇലാസ്റ്റിക് കമ്മോഡിറ്റീസിൻ്റെ മുകളിലായിരിക്കും ടാക്സ് ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് ടാക്സേഷൻ പോളിസി. ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ഹൈ ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ഹാവിങ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ഹൈ ടാക്സ് ഓൺ കമ്മോഡിറ്റീസ് ഹാവിങ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, petroleum products, medicine products, etc. On the other hand, the government can levy low tax for the commodities having elastic demand. Takeover of public utility services is also determined by government with the help of the concept of elasticity of demand. ഇതെല്ലാം ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. Then next one is helpful in importance in international trade. Helpful in international trade. ഇത് ഇൻ്റർനാഷണൽ ട്രേഡിനെ സഹായിക്കുന്നു. ഹെൽപ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ ട്രേഡിലെ ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഹാസ് എ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് in determining the terms of international trade. If a country import goods having elastic demand and export goods having inelastic demand, അതായത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റിയും അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുമാണ്. ഇറ്റ് വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദ ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡും അപ്പോൾ ദെൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ദെൻ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രൈസിൽ വേണമെങ്കിൽ നമുക്കത് വിൽക്കാനായിട്ട് സാധിക്കും. കാരണം എന്താ? കമ്മോഡിറ്റിയുടെ നേച്ചർ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ദെൻ benefit international. Further, the concept of elasticity of demand is useful to government in fixing appropriate foreign exchange rate for its domestic currency in relation to foreign currencies. അതുകൂടാതെ തന്നെ further, the concept of elasticity of demand is useful to the government in fixing an appropriate foreign exchange rate. Appropriate foreign exchanges, ശരിയായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകളൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ട്രേഡുകളൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ ഇറ്റ്സ് ഡൊമസ്റ്റിക് കറൻസി ഇൻ റിലേഷൻ ടു ദ ഫോറിൻ കറൻസീസ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ദെൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇൻ്റർനാഷണൽ ട്രേഡിനും ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ദ നെക്സ്റ്റ് വൺ ഈസ് explanation of the paradox of poverty of farmers. Explanation of the paradox. Explanation of the paradox of
poverty of farmers. Explanation of the paradox of the poverty of the farmers. The income of farmers may be lower in a year of good harvest because for the sudden fall of prices of their product. The income of the farmers may be lower in the year of good harvest because of sudden fall of price of their produce. അതായത് നന്നായിട്ട് വിളവുള്ള സമയത്ത് അവരുടെ പ്രൊഡക്റ്റിന് വില കുറയാണ് ചെയ്യുന്നത്, സഡൻ ഫോൾ ഓഫ് പ്രൈസ് ഇൻ ദയർ പ്രൊഡ്യൂസ്. ബട്ട് ദെയർ ഇൻകം മേ ബി ഹയർ ഇൻ ഇയർ ഓഫ് പുവർ ഹാർവെസ്റ്റ്. പക്ഷേ വിളവ് കുറഞ്ഞ സമയത്താണെങ്കിൽ ദെൻ എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് പാരഡോക്സ് ഓഫ് പോവർട്ടി. ഇതിനെയാണ് പാരഡോക്സ് ഓഫ് പോവർട്ടി എന്ന് പറയുക. അതായത് ധാരാളം വിളവുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എന്താ പറയുക, അവരുടെ കയ്യിൽ ഇൻകം കുറയണമെന്നും വിളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻകം ലെവൽ കൂടുന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പാരഡോക്സ് ഓഫ് പോവർട്ടി. ഇറ്റ് ഈസ് കോമൺലി സെഡ് ദാറ്റ് ഗുഡ് ഹാർവെസ്റ്റ് ബ്രിങ്സ് പോവർട്ടി ടു ദ ഫാർമേഴ്സ്. അതിനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇറ്റ് ഈസ് കോമൺലി സെഡ് ദാറ്റ് ഗുഡ് ഹാർവെസ്റ്റ് ബ്രിങ്സ് പോവർട്ടി ടു ദ ഫാർമേഴ്സ്. ദ ഡിമാൻഡ് ഫോർ മോസ്റ്റ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക്. Then the demand for most agricultural product is inelastic. The concept of elasticity of demand explains the paradox of poverty. ഇത് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം അവൈലബിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഇൻകം കുറയും. ഇതാണ് എന്ത് പറയുന്നത്, പോവർട്ടി ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൻ്റെ പിറകിലും അവിടെ എന്തുണ്ട്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന വൺ ഓഫ് ദി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വായിച്ചാൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദെൻ അതൊരു ഷോർട്ടേജ് ഒക്കെ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിന് എഴുതേണ്ട പോയിന്റുകളാണ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഹെൽപ്ഫുൾ ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ. ദ പ്രൊഡക്റ്റ് മേ ബി ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്. ആ കമ്മോഡിറ്റിയുടെ നേച്ചർ ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നോക്കണം. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോ പ്രൈസും. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെച്ചാൽ ഹൈ പ്രൈസും നമുക്കിതിൽ ഫിക്സ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഹെൽപ്ഫുൾ ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ. സെക്കൻഡ് വൺ പറയുന്നത് ഇമ്പോർട്ടൻസ് ടു എ മൊണോപ്പൊളിസ്റ്റ്. Then the concept of elasticity of demand is helpful to monopolist for fixation of price of commodities. Then monopolisറ്റിനെ സംബന്ധിച്ചിടത്തോളം the nature of the product may be elastic or inelastic എന്ന് കൺസിഡർ ചെയ്യണം. There will be same time the elastic in nature, low price should be charged. Inelastic in nature, high price should be charged. ഇത് മോണോപ്പൊളിസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ലോ പ്രൈസ് ആണെന്നുണ്ടെച്ചാൽ അവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെച്ചാൽ അവിടെ എന്ത് ചെയ്യും, ലോ പ്രൈസ് ആണ് ചാർജ് ചെയ്യുക. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെച്ചാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. The next one is helpful in price discrimination. Price discrimination means charging different prices in different market for the same commodity. ഒരേ കമ്മോഡിറ്റിക്ക് തന്നെ ഒരേ സർവീസിന് തന്നെ പലതരത്തിലുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. ഇപ്പം ഞാൻ റെയിൽവേ സീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, റെയിൽവേ ദെൻ അതുപോലെ തന്നെ സിനിമ തിയേറ്റേഴ്സിലെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഇറ്റ് ഇസ് പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഇലാസ്റ്റിക് ഡിമാൻഡ്, ചില ഏരിയയിലുള്ള ആളുകളെല്ലാം റിച്ച് പീപ്പിൾ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. സോ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതല്ല അവിടെ പാവപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്, അപ്പോൾ ലോ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആ മാർക്കറ്റിൽ സാധ്യമാണോ എന്നുള്ളത് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് മീൻസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ സം കമ്മോഡിറ്റീസ് ഇസ് കോൾഡ് ആസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചറിലെ ചില കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ആ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ ദെൻ എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? ഫോർ ഈക്വലൈസിങ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സപ്ലൈയും ഡിമാൻഡും ഈക്വലൈസ് ചെയ്യാനായിട്ട്, ഓവർ സപ്ലൈ ഇല്ലാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എല്ലാം തീരുമാനിക്കണമെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? That is land, labor, capital and organization, the availability of factors of production. Then അവിടെ ഞാൻ പറഞ്ഞു ലാബർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദെൻ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നോക്കാം. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ വേജസ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പിറകിലും ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് ജോയിൻറ്റ് സപ്ലൈ. ജോയിൻറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലും മെയിൻ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. എന്നിട്ട് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്. മെയിൻ പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ ദെൻ കോംപ്ലിമെൻ്ററി പ്രോഡക്റ്റ് ഈസ് ഓൾസോ ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ അവിടെ പ്രൈസ് ലോ പ്രൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. മെയിൻ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതും ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ഹൈ പ്രൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഹെൽപ്ഫുൾ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ടാക്സേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ടാക്സേഷൻ, ഫോർ ടാക്സേഷൻ. ഈ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇമ്പോസ്ഡ് ഹൈ ടാക്സസ് ഇൻ ദ കേസ് ഓഫ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ലിക്കർ, ദറ്റ് ഈസ് ആൽക്കഹോൾ പ്രോഡക്റ്റ്, ഇതിനൊക്കെ നമ്മൾ ഹൈ ടാക്സ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനുള്ള കാരണം ഡിമാൻഡ് എപ്പോഴും ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. സോ നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിനെ സഹായിക്കുന്നു എന്ന് പറയാം. ഹെൽപ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡ് ഇപ്പോൾ ഡംപിങ് വൺ ഓഫ് ദി ആക്ടിവിറ്റി ആണ്. ദെൻ ചാർജിങ് ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ് ആൻഡ് ഫിക്സ് ആൻഡ് ഹൈ പ്രൈസ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ദാറ്റ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ആസ് ഡംപിങ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ ഏതൊക്കെ രീതിയിൽ നമ്മളിവിടെ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുകയും ദെൻ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള കമ്മോഡിറ്റീസ് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് റേറ്റുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ അല്ലെങ്കിൽ ആ റേറ്റുകളൊന്ന് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആവും എന്നാണ് പറയുന്നത്. Then next one is explanation of the paradox of poverty of farmers. Then poor farmersൻ്റെ അതായത് ഫാർമേഴ്സിൻ്റെ ഒരു പാരഡോക്സ് എന്ന് പറയുന്നതും അവിടെ ഒരു ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്താ പറയുക ഇലാസിറ്റി ഓഫ് കോൺസെപ്റ്റ്. അപ്പോൾ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ കഴിയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ദെൻ സപ്ലൈ, ഇലാസിറ്റി ഓഫ് സപ്ലൈ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന ചില ടോപ്പിക്കുകളുടെ ഒരു റിവ്യൂ ആണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ തന്നെ അതൊന്നുകൂടെ പറയാം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ കൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കണതെന്ന് നോക്കാം. ദെൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ കൂടെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുവരെയുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് എ സ്ട്രോങ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ. പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് മീൻ ബൈ ലോ ഓഫ് ഡിമാൻഡ്? Then if there is a higher the price, lower quantity will be demanded. Then that means the law of demand states that higher the price, lower quantity will be demanded, and lower the price, higher quantity will be demanded. Other factors are remain constant. That concept is called as law of demand. Then law of demand, what are the assumptions of law? Very important question. What are the assumptions of law of demand? Then assumptions like technology remain constant, income of the consumer constant, taste and preference also constant, there is no expectation of price in the future, the commodity should not be a prestigious commodity, the size of population remain constant, etc. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ഈ ഒരു ഫാക്ടറിൽ മാത്രം പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ മാത്രം ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ഡിമാൻഡ് കർവ്. ദ ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് എ എന്താ പറയുക? ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് ഷെഡ്യൂൾ. ദെൻ നെക്സ്റ്റ് വൺ പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞാൽ
ഡിമാൻഡ് കർവ്. എന്താ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് കർവ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അല്ലേ. ദെൻ അതേപോലെ തന്നെ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താ, ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ടേബിൾ പ്രസൻറ്റേഷൻ ഓഫ് എ ലോ ഓഫ് ഡിമാൻഡ്. ഒരു ടേബിളിൽ വരച്ചിട്ട് ആ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു എന്നൊരു ടേബിളിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും നമുക്ക്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്നും. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെയാണ് ഇത് പറയുന്നതെങ്കിൽ അതിനെ ഡിമാൻഡ് കർവ് എന്നും പറയുന്നു. ഇനി അതിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഈ ചാപ്റ്റർ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ്. What are the reasons behind the downward sloping of a demand curve? Demand curve എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും. ദെൻ അവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഓർ റീസൺസ് ഫോർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് എ ഡിമാൻഡ് കർവ്, ഡൗൺവേർഡ് സ്ലോപ്പ് ഓഫ് എ ഡിമാൻഡ് കർവ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം അവിടെ. വാട്ട് ഈസ് മീൻ ബൈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? Law of diminishing marginal utility states that when a consumer consumes more of a commodity, every additional unit gives him lesser and lesser satisfaction. That is called as law of diminishing marginal utility. അപ്പോൾ എന്താ പറയുക, law of diminishing marginal utility states that when a consumer consumes more of a commodity, every additional unit of that commodity will give him lesser satisfaction. That is called as law of diminishing marginal utility. Important ആണ്. ദെൻ അവിടെ ഡിമാൻഡ് കർവിൽ വേരിയേഷൻ സംഭവിക്കാനുള്ള കാരണം ഇൻകം ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റിലെ ഇൻകം പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് ഫോൾസ്, റിയൽ ഇൻകം ഈസ് ഇൻക്രീസസ് ദെൻ ദ കൺസ്യൂമർ ബൈ മോർ ക്വാണ്ടിറ്റി അറ്റ് ലോവർ പ്രൈസ്. ദറ്റ് ഈസ് ദ ഇൻകം ഇഫക്റ്റ്. അപ്പം വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി റീസൺ ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇഫക്റ്റ്. തേർഡ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിലെ കൺസ്യൂമർ ഓൾവേസ് യൂസ് ചീപ്പസ്റ്റ് കമ്മോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റ്ലിയർ കമ്മോഡിറ്റി. കോസ്റ്റ്ലിയർ കമ്മോഡിറ്റിക്ക് പകരം കൺസ്യൂമേഴ്സ് എപ്പോഴും ചീപ്പസ്റ്റ് കമ്മോഡിറ്റീസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് ഇഫക്റ്റാണ്. പ്രൈസ് ഇഫക്റ്റിൽ when there is a fall in the price of a commodity, when there is an increase in price of a commodity, consumer will stop buying the commodity. Then price effect ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ, if a commodity can be used for several purposes, in demand will be affected by changes in price. That is one of the technique is one of the areas എന്താ പറയുക നമ്മളതിൽ ഇലക്ട്രിസിറ്റി മൾട്ടിപ്പിൾ യൂസസ്. ടെൻഡൻസി ടു സാറ്റിസ്ഫൈ ദ അൺസാറ്റിസ്ഫൈഡ് വാണ്ട്സ്. അതായത് ഒട്ടും നമുക്ക് സാറ്റിസ്ഫൈ അല്ലാത്തൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വില കുറയുമ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണ് ഫുൾഫിൽ ചെയ്യുക, ചില കമ്മോഡിറ്റീസിൻ്റെ വില കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് കൂടുതൽ വാങ്ങിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ജനങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് പലപ്പോഴും അത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് അത് ലീഡ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഏതൊക്കെ കോൺസെപ്റ്റുകളാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് പറഞ്ഞു. വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൽ വരാനുള്ള കാരണം എന്താണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ്, different uses of commodity, tendency to satisfy unsatisfied wants. These are the reasons for downward sloping of a demand curve. Then next case, exception case of law of demand. Exception case of law of demand ile, then first one is inferior or given goods, second one is prestigious goods, third one is demand for necessaries, emergencies, speculation effect, ignorance, commodities which are out of fashion, festival, brand loyalty and cosmetics. അതായത് എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് വരും. എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള ചില റീസൺസിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം.
ഈ എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡിൽ ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ, ലോ ക്വാളിറ്റി ഗുഡ്സിൻ്റെ കേസിലൊന്നും ഏത് അപ്ലിക്കബിൾ അല്ല? ഈ പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ അല്ല. കാരണം സെക്കൻഡ് ഹാൻഡ് കാറുകളൊന്നും അത്തരം കേസുകളൊന്നും അപ്ലിക്കബിൾ അല്ല. പ്രസ്റ്റീജിയസ് ഗുഡ്സിൻ്റെ കേസിൽ അപ്ലിക്കബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ നെസസറി ഐറ്റംസിൻ്റെ കേസിലോ എമർജൻസി വരുന്ന കേസിലോ സ്പെക്കുലേഷൻ ഇഫക്റ്റുകളൊക്കെ ഉണ്ടാവാം. സ്പെക്കുലേഷൻ ഇഫക്റ്റ്, പൂഴ്ത്തിവെപ്പ്, അതൊക്കെ ഉണ്ടാവാം. ഇഗ്നോറൻസ്, അറിവില്ലായ്മ ഉണ്ടാവാം. കമ്മോഡിറ്റീസ് വിച്ച് ആർ ഔട്ട് ഓഫ് ഫാഷൻ ആൻഡ് ഓൾസോ ഫെസ്റ്റിവൽ, മാരേജ് എക്സെട്ര ആൻഡ് ബ്രാൻഡ് ലോയൽറ്റി, കോസ്മെറ്റിക്സ്, ഇത്തരം സിറ്റുവേഷൻസിലൊന്നും നമ്മൾ ഈ പറയുന്നത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതെല്ലാം എക്സെപ്ഷൻ കേസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഓർ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡാണ്. ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോയിൻറ്റ്സുകൾ കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആവും, ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആവും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഇവിടെ പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടാവാം. ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nature of commodity, income and wealth of the consumers, taste and preference of consumers, price of related products, consumers expectation and also advertisement. The next case le determinants of market demand aanennunde chale price of product, usefulness, changes in population, distribution of income and wealth, changes in quantity of money circulation, changes in climate, technological changes and also government policy and business cycle, demonstration effect, availability of credit, social customs and ceremonies. ഇതൊക്കെ ഒരു ചാർട്ട് രൂപത്തിൽ ഞാൻ എഴുതി തന്നിരുന്നു. അപ്പോൾ അതൊക്കെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ച് അതൊരു നോട്ട്ബുക്കാക്കി മാറ്റി അതിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് നിങ്ങൾക്കത് പോയിൻ്റ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഏതാ നമ്മൾ പഠിച്ച വാട്ട് ഈസ് മെൻ ബൈ ഡിമാൻഡ് ഫംഗ്ഷൻ, ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻറ്റ്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അതിൻ്റെ ഫാക്ടേഴ്സോ കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ what is meant by demand function? The functional relationship between demand and its factors is called as demand function. Classification of demand le price demand, income demand, gross demand etc. then ഇതൊക്കെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസ് ആയിരിക്കാം. if there is a change in quantity demanded due to change in price is called as price demand. if there is a change in quantity demanded due to change in income of a consumer is called as income demand. Then next one is gross demand. if there is a change in quantity demanded due to change in price of another commodity, that is called as gross demand. Gross demand that may be substitute goods or it is applicable in the case of complementary goods. In the case of substitute goods, if there is a change in quantity demanded due to change in price of another commodity, in the case of substitute goods the demand always then positive relationship aanu, and then higher the price of another commodity that leads to higher the demand of a original commodity. That is a relationship that is called as positive relationship. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പും ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. കണ്ടോ, ഹയർ ദി പ്രൈസ് ഓഫ് ദൻ അനദർ കമ്മോഡിറ്റി ദാറ്റ് ലീഡ്സ് ടു ലോവർ ദി ക്വാണ്ടിറ്റി ഓഫ് ആൻ ഒറിജിനൽ കമ്മോഡിറ്റി. അപ്പോൾ വേറൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയും തോറും ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും കുറയുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ദെൻ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയും, ഒറിജിനൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ അതെന്താണ്, ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതൊരിക്കലും മറക്കരുത്. സബ്സ്റ്റിറ്റ്യൂട്ട് കേസിലെ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലെ
ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കേസിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഓർ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. Types or kinds of demand: joint demand, composite demand, direct or derived demand. Then industry demand and a company demand. What is the importance of law of demand? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് എന്താ? ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യമാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ, യൂസ്ഫുൾ ടു ഗവൺമെൻറ്, യൂസ്ഫുൾ ടു ഫാർമേഴ്സ് ആൻഡ് ഓൾസോ യൂസ്ഫുൾ ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാനിങ്. ലാസ്റ്റ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇലാസിറ്റി ഓഫ് ഡിമാൻഡാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക്. ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ the rate of change in quantity demanded due to change in price is called as price elasticity. If there is a change in the rate of change in quantity demanded due to change in income of a consumer is called as income elasticity. The rate of change in quantity demanded due to change in price of another commodity, that is called as cross elasticity. Then the rate of change in quantity demanded due to change in the advertisement of a commodity is called as advertisement elasticity. Then അതിൻ്റെ കാരണങ്ങളും then അതിൻ്റെ സബ് സെക്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാൻ അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ then next one is അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോ ഇൻകം ഇലാസിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മളതിൽ പഠിച്ചിരിക്കുന്നതിൽ ഡിഗ്രി ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസിറ്റി. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസിറ്റി: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇലാസിറ്റി ഈസ് ഇൻഫിനിറ്റ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, ഇലാസിറ്റി ഈസ് ഈക്വൽ ടു 0. ദെൻ യൂണിറ്റ് ഇലാസിറ്റി, ഇലാസിറ്റി ഈസ് ഈക്വൽ ടു 1. റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, ഇലാസിറ്റി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1. Relatively inelastic, elasticity is less than 1. These are the degree of elasticity of demand or types of price elasticity. Perfectly elastic demand, perfectly inelastic demand, unit elasticity, relatively elastic or relatively inelastic. These are the degrees or different types of price elasticity. Then adil parayna next topic, what is the measurement of price elasticity? Measurement of price elasticity le പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് മെത്തേഡ് ഓർക്കേണ്ടായിരിക്കും. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ദെൻ എക്സ്പെൻഡിച്ചർ ഓർ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡിൽ ഇഫ് പ്രൈസ് ചേഞ്ചസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻ കോൺസ്റ്റൻറ്റ്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. ഇഫ് പ്രൈസ് ചേഞ്ചസ് ബട്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൂവ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡിമാൻഡ് ഈസ് ഇലാസ്റ്റിക്. ഇഫ് പ്രൈസ് ചേഞ്ചസ് ടോട്ടൽ റവന്യൂ മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. അതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയാനുണ്ടെങ്കിൽ. ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ്. ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡിൽ ലോവർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ്. ദെൻ ആർക്ക് ഇലാസ്റ്റിറ്റി. ആർക്ക് ഇലാസ്റ്റിറ്റിയിൽ നമ്മൾ പഠിച്ചത് എന്താ? ആർക്ക് ഇലാസ്റ്റിറ്റിയിൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ്. ദെൻ average quantity will be demanded, all divided by change in price divided by average price. Then ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡാണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നതിൽ nature of commodity, availability of substitute, income of consumer, proportionate income spent, habit of consumers, number of uses of commodity, postponement use of commodity, demand for complementary goods, distribution of income and wealth in the society, durability of the commodity, range of prices. ഇത്രയും നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ക്ലാസിഫൈ ചെയ്ത് അത് ഇലാസ്റ്റിക് ഡിമാൻഡാണോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണോ എന്നുള്ളത് കൂടെ വ്യക്തമാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസ്സുകളും പ്രീവിയസ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുകയോ നോട്ട് തയ്യാറാക്കുകയോ ടെക്സ്റ്റ് ബുക്ക് റെഫർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ടും മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? ടുഡേയ്സ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഹെൽപ്ഫുൾ ഫോർ ടാക്സേഷൻ, ഹെൽപ്ഫുൾ ഫോർ പ്രൈസ് ഡിറ്റർമിനേഷൻ, ദെൻ ഇമ്പോർട്ടൻസ് ടു മോണോപ്പൊളിസ്റ്റ്, ഹെൽപ്ഫുൾ ഇൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്,
and also helpful in the determination process of factors of production, then joint supply, and then helpful in international trade and explanation of the paradox of the poverty of farmers. These are the importance of elasticity price, elasticity of demand. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സപ്ലൈയെ കുറിച്ച് പറയും. സപ്ലൈ കർവിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. താങ്ക് യു.